ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹാഫ് kg വെയിറ്റ് വരുന്ന ഒരു അടിപൊളി മാർബിൾ കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഈ ഒരു മാർബിൾ കേക്ക് നമുക്ക് ബേക്കറിയിൽ കിട്ടുന്നതിനേക്കാളും ടേസ്റ്റിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫ്ലോർ അരിച്ചെടുക്കാം. അതിനായിട്ട് 1 കപ്പ് മൈദയാണ് ആവശ്യമായിട്ടുള്ളത്. കൂടാതെ അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് അരിച്ചെടുക്കാം. ഒന്നുകിൽ 1 തവണ അരിച്ച് വിസ്ക് വെച്ച് നന്നായി മിക്സ് ചെയ്യുകയോ അല്ലെങ്കിൽ 3 തവണ അരിക്കുകയോ ചെയ്യണം. ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം വേറൊരു ബൗൾ എടുത്ത് അതിൽ 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കൊക്കോ പൗഡറിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം. 1.5 ടേബിൾ സ്പൂൺ വെള്ളം ആദ്യം തന്നെ ഒരുമിച്ച് ചേർക്കണ്ട. ആദ്യം 1 ടേബിൾ സ്പൂൺ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അതിനുശേഷം ബാക്കിയുള്ള 1/2 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം. എന്നിട്ട് ഇതും ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഡ്രൈ ആയ ഒരു ബൗൾ എടുത്ത് അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് എഗ്ഗിലേക്ക് 3/4 ടീസ്പൂൺ വാനില എസൻസും 1/4 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും ചേർത്ത് കൊടുക്കാം. വാനില എസൻസിന്റെ കൂടെ പൈനാപ്പിൾ എസൻസ് കൂടി ചേർത്ത് കൊടുത്താൽ കേക്കിന് ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാകും. അതിനുശേഷം ഒരു ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ച് എഗ്ഗിനെ നന്നായി പതപ്പിച്ചെടുക്കാം. എഗ്ഗ് നന്നായി പതഞ്ഞു വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചായി ചേർത്ത് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ടെക്സ്ചറുള്ള കേക്ക് കിട്ടണമെങ്കിൽ എഗ്ഗ് നല്ല ഓഫ് വൈറ്റ് കളറാവുന്നതുവരെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് എഗ്ഗിനെ ബീറ്റ് ചെയ്ത് നല്ല ഓഫ് വൈറ്റ് കളറാക്കി എടുക്കാം. ഇപ്പോൾ എഗ്ഗ് നല്ല ഓഫ് വൈറ്റ് കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ഫ്ലോർ കുറച്ചായി ചേർത്ത് കൊടുക്കാം. ഞാൻ അരിപ്പയിലൂടെ അരിച്ചു കൊടുത്താണ് ഓരോ പ്രാവശ്യവും ഫ്ലോർ മിക്സ് ചെയ്യുന്നത്. എന്നിട്ട് വളരെ സാവധാനം ഒരു വിസ്ക് വെച്ച് കട്ടകളൊന്നുമില്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് മൈദ ചേർത്ത് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ബട്ടറിൻ്റെയും പാലിൻ്റെയും ഒരു മിക്സ് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ പാലിൻ്റെ മിക്സ് റെഡിയാക്കാൻ വേണ്ടി ഞാനൊരു പാത്രത്തിൽ 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം രണ്ടും കൂടി നന്നായി തിളപ്പിച്ചെടുക്കണം. ഞാനിവിടെ സോൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ അൺസാൾട്ടഡ് ബട്ടറാണ് എടുക്കുന്നതെങ്കിൽ ഫ്ലോർ അരിച്ചെടുക്കുന്ന ടൈമിലോ മുട്ട ബീറ്റ് ചെയ്യുന്ന ടൈമിലോ 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് ചേർത്ത് കൊടുക്കണം. അങ്ങനെ ബട്ടറൊക്കെ അലിഞ്ഞ് പാലൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററിലേക്ക് ചൂടോടെ തന്നെ കുറച്ചായി ചേർത്ത് കൊടുക്കാം. ആൾട്ടർനേറ്റ് ആയിട്ടാണ് ചേർക്കേണ്ടത്. ഡ്രൈ ഇൻഗ്രീഡിയൻസ്, പാല്, വീണ്ടും ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അങ്ങനെ ലാസ്റ്റായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്ത് വേണം മിക്സിങ് അവസാനിപ്പിക്കാൻ.
അങ്ങനെ പാലും ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പാച്ചിൽ ഉപയോഗിച്ച് ഫൈനലായി ഒന്നുകൂടി നന്നായി ഫോൾഡ് ചെയ്തെടുക്കാം. ബാറ്ററിനടിയിൽ മിക്സ് ആവാതെ കിടക്കുന്ന ഫ്ലോർ എങ്ങാനും ഉണ്ടെങ്കിൽ അതുകൂടി നന്നായി മിക്സായി കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു കേക്കിലേക്ക് വാനില ഫ്ലേവറിൻ്റെയും ചോക്ലേറ്റ് ഫ്ലേവറിൻ്റെയും ടേസ്റ്റ് തുല്യ അളവിൽ വരുന്നതിനേക്കാൾ നല്ലത് കൂടുതൽ വാനില ഫ്ലേവറും കുറച്ച് ചോക്ലേറ്റ് ഫ്ലേവറും വരുന്നതാണ്. അതിനായിട്ട് നേരത്തെ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് മിക്സിലേക്ക് ഒരു 2.5 സ്പാറ്റുല വാനില ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. കൂടാതെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൊക്കോ പൗഡറുള്ള ബാറ്ററിൽ ബേക്കിംഗ് സോഡ നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഞാൻ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തത്. അങ്ങനെ ചോക്ലേറ്റ് ബാറ്ററും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ബാറ്റർ കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിൻ എടുത്ത് ഓയിൽ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം കുറച്ച് വാനില ബാറ്റർ കേക്ക് ടിന്നിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വാനില ബാറ്റർ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചോക്ലേറ്റ് ബാറ്റർ അവിടെ ഇവിടെയായിട്ട് കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുക്കാം. അതിന് മുകളിലായിട്ട് വാനില ബാറ്റർ, വീണ്ടും ചോക്ലേറ്റ് ബാറ്റർ, അങ്ങനെ ബാറ്റർ രണ്ടും തീരുന്നത് വരെ മാറി മാറി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കേക്ക് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഓവൻ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്തതിന് ശേഷം 160 ഡിഗ്രിയിൽ ഒരു 35 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവൻ ഇല്ലാത്തവർക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചും ബേക്ക് ചെയ്തെടുക്കാം. ഒരു അലുമിനിയം ചെമ്പ് 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. അങ്ങനെ 2 ബാറ്ററും ഇവിടെ മുഴുവനായി ഒഴിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം ടൂത്ത് പിക്ക് ഉപയോഗിച്ച് വീഡിയോയിൽ കാണുന്നത് പോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ ടൂത്ത് പിക്ക് കേക്ക് ടിന്നിൻ്റെ താഴ്ഭാഗം വരെ എത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം എയർ ബബിൾസ് ഒക്കെ പോവാൻ നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കേക്ക് ടിൻ ഓവനിലോട്ട് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ 35 മിനിറ്റിന് ശേഷം ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് കുത്തി നോക്കുമ്പോൾ കേക്ക് നന്നായി ബേക്കായി വന്നിട്ടുണ്ട്. ഇനി കേക്ക് തണുക്കാനായി ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ കേക്കൊക്കെ തണുത്ത് കേക്ക് ടിന്നിൽ നിന്നും ഡീമോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഏത് കേക്കായാലും ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം കട്ട് ചെയ്ത് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇതാ ഉൾവശമൊക്കെ നല്ല ഭംഗിയുള്ള സോഫ്റ്റ് കേക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് കേക്ക് സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.